സ്പേസിൽ വന്ന് ഞങ്ങളുടെ പിള്ളേരെ അതിക്രമിച്ച് കൈകാര്യം ചെയ്ത് ഇപ്പോ വെറുതെ അങ്ങ് നടന്നു പോകാം, ഒപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് നേരെ അതേ വധശ്രമത്തിനുള്ള കേസും ചാർത്തി അങ്ങ് മിണ്ടാതെ പോകാം എന്നാണെങ്കിൽ അതിന് നടക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തു. വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്തത്. കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എവിടെയൊക്കെ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവോ അവിടെയൊക്കെ വിറളി പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ വരുന്ന LDFന്റെ അതിക്രമം അത് ഇനിയും തുടരാമെന്നാണ് ഇവരെ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചായാലും, ഇവിടുത്തെ MLA സംബന്ധിച്ചായാലും, ഇവിടുത്തെ MP സംബന്ധിച്ചായാലും നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിവിടെ ചർച്ച ചെയ്യപ്പെടരുത്, അത് അടിച്ചമർത്തണം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളുടെ എല്ലാം നാവ് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് LDF മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടതാണ്. ഇതിനൊക്കെയുള്ള മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സം ചെയ്യുവാനായിട്ട്, ഞങ്ങളുടെ പ്രവർത്തകരുടെ ശ്രദ്ധ മാറ്റുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനവും നടത്തും, ഒപ്പം ചെയ്യേണ്ടത് ചെയ്തും തന്നെ മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേരെ വന്നാല് മിണ്ടാതിരിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു കാലവും ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ കുന്നംകുളത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ധീരബലിദാനികളുടെ മണ്ണ് തന്നെയാണ് ഈ പ്രദേശവും എന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയത് ഒരു ദേശീയ ബോധത്തിൽ ഇവിടെ ജീവിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതല്ലാതെ കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് തലി കെട്ടി തൂക്കിയതൊന്നല്ല. ദേശീയ ബോധത്തിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരെയെല്ലാം നിങ്ങൾ ഇല്ലാതാക്കിയിട്ടും ഞങ്ങൾ ഇവിടെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, ഈ ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണോ അതിവിടെ നടപ്പിലാക്കിയിരിക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനം, അഴിമതിരഹിത രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കുവാൻ വികസന കേരളം എന്നുള്ള സങ്കല്പവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സങ്കല്പം ഇവിടെ പൂർത്തിയാക്കുവാൻ ഞങ്ങൾ അവിടെ അരയും തലയും മുറുക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ തടസ്സം ചെയ്യുവാൻ ഇത്തരത്തിൽ ഉമ്മാക്കിയും കാണിച്ചുകൊണ്ട് വരാമെന്നുണ്ടെങ്കിൽ അതിനെ തടസ്സം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നൽകുന്നത് ഒരു സൂചന മാത്രമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ അവരുടെ പ്രവർത്തകർ അവരുടെ ഇടങ്ങളിൽ ചെന്ന് അതിക്രമിച്ചിട്ട് മിണ്ടാടങ്ങ് പോകാമെന്നുള്ള ചിന്ത നിങ്ങളങ്ങ് അറബിക്കടലിൽ കളഞ്ഞോണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ അറബിക്കടലിൽ ഞങ്ങൾ കളയുന്ന ഒരു സാഹചര്യത്തില് നിങ്ങൾക്കൊന്നും ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധ്യയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ ഗർജിക്കുന്ന സിംഹം ധീരവനിത ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ജില്ലയുടെ അധ്യക്ഷയുമായിട്ടുള്ള ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യം, പ്രിയപ്പെട്ട അനീഷ് മാസ്റ്റർ, വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും കാര്യകർത്താക്കന്മാർ, ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള, ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള എൻ്റെ സ്നേഹനിധികളായിട്ടുള്ള സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കൾ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിട്ട് ഈ കൊടി കുത്തി കാണിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ കേരളം ഭരിക്കുമ്പോൾ ഇവര് സെല്യൂട്ട് അടിക്കും. ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാർക്കെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര നമ്മുടെ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഉത്തർപ്രദേശ് ഞങ്ങളാണ് ഭരിക്കുന്നത്, രാജസ്ഥാൻ ഞങ്ങളാണ് ഭരിക്കുന്നത്, മധ്യപ്രദേശ് ഞങ്ങളാണ് ഭരിക്കുന്നത്, ഹരിയാന ഞങ്ങളാണ് ഭരിക്കുന്നത്.
എവിടെയുണ്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ത്രിപുര ഞങ്ങളാണ് ഭരിക്കുന്നത്, അവരുടെ ആയിരുന്നു. പശ്ചിമ ബംഗാൾ ഈ കൊടി കുത്തിയാൽ പിന്നെ ഒരൊറ്റ BJP-കാരനെയും അവിടെ കാണില്ലെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. ആ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ വലങ്കൈയായി നിന്ന സുവേന്ദു അധികാരി ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് ഈ കുങ്കുമകരുത പതാക പിടിച്ചുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതിപക്ഷ ലീഡറാണ്, വലിയ നേതാവാണ്, ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ്. 16-ലധികം വരുന്ന ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള 16-ലധികം വരുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൽ സടകുടഞ്ഞിരിക്കുകയാണ്. വികസനം, മുന്നോട്ടുള്ള പോക്ക്, വിദ്യാഭ്യാസം. ഇന്ന് 2.1% നമ്മുടെ രാജ്യത്തിന്റെ പണപ്പെരുപ്പ് നിരക്കിനെ കുറയ്ക്കാൻ ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ഈ പിണറായി വിജയൻ 9 കൊല്ലമായിട്ട് നിങ്ങൾ ഇരുന്ന് പണിയെടുത്ത് പ്രവർത്തിച്ച് 6.71% പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരണേ എന്ന് നരേന്ദ്രമോദിയുടെ മുന്നിൽ അടച്ചിട്ട മുറിയിലും തുറന്ന മുറിയിലും നിന്ന് യാചിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പോലീസുകാർക്ക് അവർ ശമ്പളം കൊടുക്കുന്നത്. നമ്മുടെ സാമ്പത്തിക നിലവാരമുണ്ടല്ലോ കേരളത്തിൽ അധപ്പതനത്തിലേക്ക് നിവദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹനിധിയായിട്ടുള്ള നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ പോയി കയ്യും കാലും പിടിച്ച് അവിടെ നിർമ്മലാ സീതാരാമനോടൊപ്പം ഒന്ന് ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി വെമ്പിയ പിണറായി വിജയനെയും പിന്നെ വലിയ ശമ്പളം കൊടുത്ത് അവിടെ ഹിന്ദി പറയാൻ വേണ്ടി നിർത്തിയിട്ടുള്ള KV തോമസ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനും കാട്ടിയിട്ടുള്ള ദയവ് കൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലാക്കണം, നിങ്ങൾ ആരുടെ പോലീസാണ്? നിങ്ങൾ പിണറായി വിജയന്റെ മാത്രം പോലീസാണോ? നിങ്ങൾ കോൺഗ്രസിന്റെ പോലീസാണോ? നിങ്ങൾ BJP-യുടെ മാത്രം പോലീസാണോ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ പോലീസാണ്, കേരള സംസ്ഥാനത്തിന്റെ പോലീസാണ്. നിങ്ങൾ തലയിൽ വെച്ചിട്ടുള്ള തൊപ്പിയെ ഞങ്ങൾ ബഹുമാനിക്കും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാട് പോലെ നാട്ടല് വളച്ച് പിണറായി വിജയന്റെ മുന്നിൽ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ആ കളി ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങളിൽ എത്ര പേരുണ്ട് RSS-കാർ? ഞങ്ങൾക്കറിയില്ല. പഴയ കാലമാണോ ഇത്? RSS-ന്റെ ശാഖയ്ക്ക് പോയിട്ടുള്ള പോലീസ് ഓഫീസർമാര് ഏമാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളത്ത് ഈ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത്. എന്റെ സഹോദരിയും ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയുമായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ജില്ലയുടെ അമരക്കാരിയായിട്ട് ഈ ജില്ലയെ ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ടീം പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ വരും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ആളുകൾ വന്ന് സംസാരിക്കും. അത് മര്യാദയുടെ ഭാഷയിലായിരിക്കും. അവർ വന്ന് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് കേരള നിയമസഭയിൽ MLA ഇല്ല എന്ന് കരുതി പിന്നെ പിണറായി വിജയനെ ചാമരം വീശി കൊടുക്കുന്ന VD സതീശന്റെ പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് കരുതിയിട്ട് അഹങ്കരിക്കാനാണ് ഭാവമെങ്കിൽ ചേലക്കരയിൽ ഹംസക്ക അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഹംസക്കോടൊന്ന് ചോദിച്ചാൽ അറിയാം, ഭാരതീയ ജനതാ പാർട്ടിയോട് കളിച്ചാൽ പിന്നെ പെൻഷൻ വാങ്ങണമെങ്കിൽ ഞങ്ങൾ കേസ് അവസാനിപ്പിക്കണം, ഞങ്ങൾ സ്വകാര്യ അന്യായം കൊടുക്കും. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടപിടിക്കാനാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള പ്രവർത്തകന്മാരും നിങ്ങൾക്കെതിരെ സ്വകാര്യ അന്യായം ഞങ്ങൾ കൊടുത്താൽ നിങ്ങൾ കോടതിയിൽ കയറേണ്ടി വരും. രാജ്യത്തെ പോലീസ് അല്ല അവസാനത്തെ വാക്ക് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര തലത്തിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ ഞങ്ങൾ കൊണ്ടുവരണോ കുന്നംകുളത്തേക്ക്? ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളിൽ കയറിയാൽ നിങ്ങൾക്കറിയില്ലേ പോലീസ് അധികാരികൾ കൂട്ടുനിന്നാൽ എന്താണ് നിയമമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ കാവി കണ്ടാൽ ഞങ്ങൾ സല്യൂട്ട് അടിക്കും, ഒരു തർക്കവും വേണ്ട. എന്താ കാരണം എന്നറിയുമോ? ഞങ്ങളുടെ കുട്ടികൾ 13 വയസ്സില് സംഘശാഖയില് ഈ കാക്കി ട്രൗസറിട്ട് കബഡി 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 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വന്ന് അവര് പലരും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് അധികാരികൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ മാർസിസ്റ്റാകാൻ പറ്റില്ല. ഞങ്ങളും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ചുകൊണ്ടാണ് കേരള സമൂഹത്തിൽ നികുതി പണം അടയ്ക്കുന്നതെങ്കിൽ ആ നികുതി പണം വേണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ പാറപ്പുറത്തെ പിണറായി തമ്പുരാന്റെ അവരുടെ പാർട്ടിയുടെ ആഹ്വാനം കേട്ടുകൊണ്ടാണ് കുന്നംകുളത്ത് കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ മറുപടി പറയും, ഒരു തർക്കവും വേണ്ട. അതിന്റെ സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ പോലീസ് അധികാരികളെ കടക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തിയത്. ഹംസ
ബഹുമാനപ്പെട്ട ഹംസ ഈ കഴിഞ്ഞ നാളുകളിൽ എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല, കാരണം റിട്ടയർമെന്റ് ഏതാണ്ട് ആ സമയം കഴിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളുടെ മാപ്പും വേണ്ട. നിങ്ങൾ തലയിൽ തൊപ്പി വെച്ച് നിങ്ങളുടെ യൂണിഫോം അണിഞ്ഞ് നിങ്ങൾ സ്റ്റേഷനകത്തിരിക്കുമ്പോൾ നൽകാത്ത നീതി റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ചർച്ച നടത്താമെന്നാണ് തീരുമാനമെങ്കിൽ അത് നടക്കില്ല. കാരണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അമ്മയുള്ളതുപോലെ, ഭാര്യയുള്ളതുപോലെ, മകളുള്ളതുപോലെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുമുണ്ട്. അവരെ വേദനിപ്പിച്ച് ഇന്നലെ ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ നിന്ന് ചോരയൊഴുകിക്കൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടപ്പോ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. എനിക്ക് ഇന്ന് ഡ്യൂട്ടി ആലപ്പുഴയിലാണ്. ഞാൻ ആലപ്പുഴയിൽ പരിപാടിയിൽ കോർ കമ്മിറ്റിയിലും പരിപാടിയിലും പങ്കെടുക്കേണ്ട ഞാൻ തൃശൂർ ജില്ലയിലേക്ക് വരുന്ന വഴിയിൽ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ കോളം എനിക്ക് വന്നുവെങ്കിൽ ഞാൻ ഇവിടുത്തെ പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അച്യുതാനന്ദൻ സഖാവായിരുന്നു, കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുകൾ അങ്ങനെ കടന്നു വരികയാണ്. 150 പേർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാൻ പോവുകയാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി 150 പ്രധാനപ്പെട്ട ആളുകൾക്ക് തൃശൂർ ടൗണിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കും. മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പോലീസ് അധികാരികൾ മനസ്സിലാക്കേണ്ടത് 1.5% വോട്ടുള്ള ത്രിപുരയില് ഞങ്ങളുടെ വിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിലെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിച്ചുവെങ്കിൽ ആരാധനയ്ക്ക് അമിത്ഷാജി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വലിയ ഓഫീസ് കെട്ടിടം അത് ഉദ്ഘാടനം ചെയ്തപ്പോ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള കസേരയാണിത് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒരു MLA-യെയോ MP-യുടെയോ തണലിലല്ല ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. വർഷങ്ങളായി ഈ നിൽക്കുന്ന നിവേദിത എന്ന് പറയുന്നത് പഴയ കരുണാകരന്റെ പോലീസിനെ പേടിക്കാത്ത രാധാ ബാലകൃഷ്ണന്റെ മകളാണ് ഈ നിൽക്കുന്നത്. ആ രാധാ ബാലകൃഷ്ണനെ പോലെയുള്ള സ്ത്രീകൾ, വിനോദിനി അമ്മയെ പോലെയുള്ള ആളുകൾ, എടപ്പാടിലെ ദേവകി അമ്മയെ പോലുള്ള ആളുകൾ, അവരെയൊക്കെ കണ്ടിട്ടാണ് എന്നെ പോലെയുള്ളവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതെങ്കിൽ ഒരു സ്ത്രീ ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷയായിരിക്കുന്ന സ്ഥലത്ത് പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേൽക്കോയ്മ നോക്കിക്കൊണ്ടാണ് പോലീസ് ഇവിടെ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എല്ലാ പടിയും കളഞ്ഞ് ഇരിക്കാൻ നിവേദിത വിളിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും തയ്യാറാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് ന്യായം വേണം. നിങ്ങൾ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന ചായയോ പരിപ്പുവടയോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ ഒന്നും തരണ്ട. ഒരാവശ്യവും നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്കില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള പരിരക്ഷ അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുട്ടികളെ അവര് പല പണിയും ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പണിയാണ് അവർ ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വാർഡ് പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ പിടിക്കും. ഇവിടുത്തെ പോലീസ് അധികാരികളോട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ 12-ാം വാർഡിലെ ബിനു പ്രസാദ്, ആ ബിനു പ്രസാദിനെ നിങ്ങൾ കാപ്പ ചുമത്തിയില്ലേ? എന്താ ബിനു പ്രസാദ് ചെയ്ത കുറ്റം? ബിനു പ്രസാദിനെ കാപ്പ ചുമത്തിയിട്ട് ഇന്ന് ഞാൻ അറിഞ്ഞു, ഇന്ന് രാവിലെ പോലീസുകാര് പോലീസ് ജീപ്പില് ബിനു പ്രസാദിന് 3 ആൺകുട്ടികളാണ്. ആ കുട്ടികളുടെ മാനസിക നിലവാരത്തിന് എന്തെങ്കിലും സംഭവിച്ച ബിനുവിന്റെ പടി കടന്നു പോകുന്ന പോലീസുകാരന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ആ വീട്ടിലേക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് വേഷം കെട്ടെടുക്കുക. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് ബിനു പ്രസാദ് മക്കളും കിടന്നുറങ്ങുമ്പോ ആ ബിനുവിന്റെ വീട്ടുപടിക്കൽ ചെന്ന് വണ്ടി തിരിച്ച് അവനെ എണീപ്പിച്ച് ഫോട്ടോ എടുക്കാൻ ഒരു മെമ്പറാണ്, ജയിച്ച ജനപ്രതിനിധിയാണ്. ഏത് പോലീസാണിത്? ആരാ നിങ്ങളെ നിയമം പഠിപ്പിച്ചത്? ഇനി മേലാൽ ഈ തോന്നിവാസം നിങ്ങൾ കുന്നംകുളത്തെ പോലീസ് ചെയ്തുവെന്ന് അറിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വെട്ടും കുത്തുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ വീട്ടിലേക്കും ഞങ്ങൾക്ക് വരാൻ അറിയാം എന്ന് വേഷം കെട്ട് വേണ്ട. ഇനി ഞാൻ ഇന്നാണ് അറിയുന്നത്, കുന്നംകുളത്തെ പോലീസിനോട് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു പോലീസിന് ബിനു പ്രസാദിനെ വിളിക്കണമെങ്കിൽ ബിനു പ്രസാദ് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയും. അങ്ങോട്ടേക്ക് വരും. നിങ്ങളുടെ പാദസ്പർശനേറ്റ് അങ്ങനെ കളങ്കപ്പെടാനുള്ളതല്ല ആ പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഭൂമി എന്നുകൂടി ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ വെല്ലുവിളി നടത്തി എന്ന് പറയും. ഇപ്പൊ എനിക്ക് ആകെ
കേസാണ് കേരളത്തില്. കൊല്ലത്ത് പ്രസംഗിച്ചപ്പോ കേസ്, തിരുവനന്തപുരത്ത് പ്രസംഗിക്കാതെ കേസ്, കുന്നംകുളത്ത് നിവേദിതയുടെ അടുത്ത് നിന്നാൽ കേസ്, വേറൊരു ജില്ലയിൽ പോയാൽ കേസ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കേസ് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ അതിർത്തി തർക്കത്തിന് പോകുന്നില്ല, ഒരു വഴക്കിനും പോകുന്നില്ല, എനിക്ക് ഓറഞ്ച് കച്ചവടമില്ല, എനിക്ക് സ്വർണ്ണക്കുരി വെച്ച ഈത്തപ്പഴ കച്ചവടമില്ല, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. കേസിട്ട് നിങ്ങൾ ആകെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ കേസിന് ജാമ്യം എടുക്കാൻ പോകണം, വേറൊന്നുമില്ലല്ലോ പ്രശ്നം. പിന്നെ ആരുടെ മുന്നിലും തല കുനിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാനല്ല, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാർ. കാരണം ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ സഹായ സഹകരണങ്ങളില്ല, ഗവൺമെന്റിന്റെ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ ചോദിച്ച് നരേന്ദ്രമോദി കൊടുക്കുന്ന പൈസ ചോദിച്ചു ചെന്നാൽ ബാങ്കിനകത്തിരിക്കുന്ന ഇടതുപക്ഷക്കാരൻ പറയുകയാണ്, എവിടെ ആ യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് ഇടതുപക്ഷക്കാരനാണ്, അവൻ പറയുകയാണ്, ഇതാരാ വന്നത്, ആരോടാ വിളിച്ചു ചോദിക്കുന്നത്? ഏരിയ സെക്രട്ടറിയോട്, ബ്രാഞ്ച് സെക്രട്ടറിയോട്. അവരുടെ ഭാര്യയുടെ ആഭരണം വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ടാണോ ലോൺ കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ ഇവരുടെ എല്ലാം കണക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് മറുപടി പറയുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങൾ അക്രമത്തിലൂടെയോ അല്ലെങ്കിൽ കൊടുവാട് കൊണ്ടോ കത്തി കൊണ്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്ന ആളുകളല്ല. പിന്നെ നിങ്ങൾ കണ്ണൂരിൽ കുറെ കാലം ക്രിക്കറ്റ് കളിച്ചു, അപ്പോ തിരിച്ച് ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അടിച്ചാൽ അടിക്കൊണ്ട് ഞങ്ങൾ മടങ്ങില്ല, അടിക്കുന്നവന്റെ കൈയൊന്നും ഞങ്ങൾ പിടിക്കും. അത് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ വീരനായിട്ടുള്ള ഭഗത് സിംഗിന്റെ പാത പിന്തുടർന്ന ആളുകളാണ്. വീരനായിട്ടുള്ള ഭഗത് സിംഗിന് 23 വയസ്സിലാണ് തൂക്കിലേറ്റുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഈ രാജ്യത്തിന് വേണ്ടി വീരനായി പോരാട്ടം നടത്തിയ ആ ഭഗത് സിംഗിന്റെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ അമ്മയായി കരുതിക്കൊണ്ട് വന്ദേ മാതര ഗാനം ചൊല്ലിക്കൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാൽ കോടികൾ കിട്ടുമെന്നറിഞ്ഞിട്ടും ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്റെ നെറ്റിപ്പൊട്ടി ചോരയൊഴുകിയാൽ എനിക്ക് വേദനിക്കും, നിവേദിതയ്ക്ക് വേദനിക്കും, ഞങ്ങളുടെ അനീഷ് മാഷിന് വേദനിക്കും, നിത്യയ്ക്ക് വേദനിക്കും, അല്ലെ? ഞങ്ങൾക്ക് വേദനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ന്യായമായ ഭാഷയിൽ ഈ പ്രതിരോധവുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾ